എല്ലാവർക്കും അരുവിക്കര മോഡൽ ട്യൂഷൻ സെൻ്ററിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൽകുമാർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ഓർ ഇൻജക്റ്റീവ് ഫങ്ഷൻ ആൻഡ് മെനി വൺ ഫങ്ഷൻ. ഓക്കെ, വൺ ഫങ്ഷൻ്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മെനി വൺ ഫങ്ഷൻ, ഇത് രണ്ടും ഒരേ തലത്തിൽ വരുന്നതാണ്. നോക്കാം നമുക്ക്. എ ഫങ്ഷൻ, ഇത് നമ്മൾ റീഡ് ചെയ്യുന്ന എഫ് ഫ്രം എ ടു ബി ഫങ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫങ്ഷൻ. എഫ് ഫ്രം എ ടു ബി ഇസ് സെറ്റ് ടു ബി വൺ ഫങ്ഷൻ. ഇതെന്താണ് ഒരു വൺ ഫങ്ഷൻ എന്ന് പറയണമെങ്കിൽ, ഇഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് എ ഹാസ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ ബി. അതായത് എയിലുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ബിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. അതർവൈസ് ദി ഫങ്ഷൻ സെറ്റ് ടു ബി മെനി വൺ ഫങ്ഷൻ. ഇനി അങ്ങനെ എല്ലാം വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മെനി വൺ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ, എന്താണ് വൺ ഫങ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫങ്ഷൻ? ഓക്കെ, എ ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി വൺ ഫങ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഇഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് എയിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് എന്താണ് ബിയിൽ എന്താണ് ഇമേജസ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ നമ്മൾ എന്ത് പറയും? ആ ഫംഗ്ഷനെ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി. രണ്ട് സെറ്റാണ് എയും ബിയും. എയിൽ ഉള്ള എലമെൻറ്റ്സ് ആണ് 1 2 3 4, ബിയിൽ 1 4 9 16 25. എയിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് 1ഉം 2ഉം 3ഉം 4. അതിന് ഡിസ്റ്റിങ്ക്റ്റ്സ് ആയിട്ടുള്ള ഇമേജസ് തന്നെയാണ് ബിയിലുള്ളത്. 1ന് 1, 2ന് 4, 3ക്ക് 9, 4ന് 16. ഓക്കെ, സോ നമുക്ക് ആ ഫംഗ്ഷൻ എന്ത് പറയാം? വൺ ഫംഗ്ഷൻ എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഇവിടെയും എന്താണ് ഒരു ഫംഗ്ഷനാണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള മറ്റൊരു ഫംഗ്ഷനാണ്. അവിടെ എയിൽ എലമെൻറ്റ്സ് ആണ് 1 2 3 4, ബിയിൽ 2 എലമെൻറ്റേ ഉള്ളൂ, 1ഉം 0യും. പക്ഷെ ഇവിടെ ബിയിലുള്ള എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഒന്നുമല്ല. നോക്കി, ഇവിടെ എയിലുള്ള 1നും 3ക്കും ഇമേജസ് ആയിട്ട് വരുന്ന ആര് തന്നെയാണ്? 1 തന്നെയാണ്. അതുപോലെ 2നും 4നും ഇമേജ് ആയിട്ട് വരുന്ന ആരാണ്? 0യാണ്. അങ്ങനെ വരാൻ പാടില്ല. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? വൺ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റൂ. സോ ഇത് അങ്ങനെയല്ല വരുന്നത്. അത് കാരണം ഇതിന് നമുക്ക് എന്ത് പറയാം? മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ വൺ ഫംഗ്ഷനും മെനി വൺ ഫംഗ്ഷനും. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, എന്താണ് വൺ ഫംഗ്ഷൻ? സെറ്റ് എയിലുള്ള എലമെൻറ്റ്സിന്, സെറ്റ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് എവിടെ ഉണ്ടാവണം? വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമേജസ് എവിടെ ഉണ്ടാവണം? സെറ്റ് ബിയിൽ ഉണ്ടാവണം. എങ്കിൽ നമുക്ക് അതിനെ വൺ എന്ന് പറയാം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മെനി വൺ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ രണ്ടാമത് വരുന്ന ഒരു ടൈപ്പ് ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ്. പിന്നെ വേറൊരു ഫംഗ്ഷനാണ് ഇൻറ്റു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ ആൻഡ് ഇൻറ്റു ഫംഗ്ഷൻ. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ്. എന്താണ് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, ഒരു ഫംഗ്ഷനാണ്. എവിടെ നിന്നാണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ. ഈസ് സെറ്റ് ടു ബി ആൻ ഓൺ ടു ഫംഗ്ഷൻ ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ബി ഈസ് ദി ഇമേജ് ഓഫ് സം എലമെൻറ്റ് ഓഫ് എ അണ്ടർ എഫ്. അതായത് സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ, അത് ഓൺ ടു ഫംഗ്ഷൻ ആകണമെങ്കിൽ ബി സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും എയിലുള്ള എന്താണ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് ആയിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി ആൻ ഓൺ ടു ഫംഗ്ഷൻ ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ബി ഈസ് ദി ഇമേജ് ഓഫ് സം എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, ബി സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും, ഒരു എലമെൻറ്റും കളയരുത്, എല്ലാ എലമെൻറ്റും എന്താണ്? എ സെറ്റിലുള്ള എന്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ഇമേജ് ആയിരിക്കണം. ഓക്കെ, അതായത് ബി സെറ്റിലുള്ള എല്ലാം ഒരു ഇമേജ് ആയിരിക്കണം. ഒന്നുപോലും ഇമേജ് ഇല്ലാതിരിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അതർവൈസ് ഇനി അങ്ങനെ എല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അല്ലെ, ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ബോത്ത് വൺ ആൻഡ് ഓൺ ടു, അത് വണ്ണും ആയിരിക്കണം, അതുപോലെ ഓൺ ടു ഫംഗ്ഷനും ആയിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഫംഗ്ഷൻ്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ്. എക്സാമിന് ചില എക്സാമൊക്കെ ചോദിക്കാറുണ്ട്, ഇൻജക്റ്റീവ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വൺ ഫംഗ്ഷൻ്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് മെനി വൺ ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് വൺ ഫംഗ്ഷൻ? സെറ്റ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും സെറ്റ് ബിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. എന്നാൽ നമുക്കതിനെ വൺ എന്ന് പറയാം. അതർവൈസ് എന്താണ്? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ മെനി വൺ എന്ന് പറയാം. ഓക്കെ, അതിന് രണ്ട് എക്സാമ്പിൾ ഇനി എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ ഓൺ ടു ഫംഗ്ഷനാണ്. എന്താണ്? സെറ്റ് ബിയിലുള്ള എല്ലാ എലമെൻറ്റും ഇമേജ് ആയിരിക്കണം. ആരുടെ? സെറ്റ് എയിലുള്ള
എലമെൻസുകളുടെ ഇമേജ് ആയിരിക്കണം സെറ്റ് ബിയിലുള്ള എല്ലാ എലമെൻസും. അതിലൊന്നുപോലും ഒഴിവാക്കാനായിട്ട് പാടില്ല. എല്ലാ എലമെൻസും എന്തായിരിക്കണം? ഇമേജ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് എന്ന് പറയാൻ പറ്റൂ. ഇനി അതർവൈസ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. എന്താണ്? ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി തന്നെയാണ്. എന്താണത്? 1 1 ഓൺ ടു ആവുകയാണെങ്കിൽ നമുക്കതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി എങ്ങനെ 1 1 ഓൺ ടു ഒക്കെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നെക്സ്റ്റ് വരുന്ന പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ബ്രാക്കറ്റ് -1 to 1 to r given by f of x equal to x by x plus 2 is 1 1. അതായത് ഒരു ഫംഗ്ഷനാണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്താണ്? -1 1. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്? -1 1 പിന്നെ അതിനിടയിൽ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അതെന്ത് വേണമെങ്കിലും നമ്പേഴ്സ് വരാം. ഓക്കെ, അതിൽ നിന്ന് എങ്ങോട്ടാണ്? റിയൽ നമ്പറിലേക്കാണ്. ഗിവൺ ബൈ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ബൈ എക്സ് പ്ലസ് 2. അത് 1 1 നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ ആദ്യമേ പറയുകയാണ്, നമുക്ക് 1 1 എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? തന്നിട്ടുള്ള ഫംഗ്ഷൻ, നമുക്കൊരു ഫംഗ്ഷൻ അറിയാം. ആ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കത് 1 1 എന്ന് പ്രൂവ് ചെയ്യാം? സോ ആദ്യമേ നമ്മൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എസ് 2 എന്ന് എടുക്കുക. ഇതാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എസ് 2 എന്ന് എടുക്കുക. ബാക്കി നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോൾ x1 ഈക്വൽ ടു s2 എന്ന് കിട്ടുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഞാൻ എന്താണ്? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എസ് 2. സോ എഫ് ഓഫ് എക്സ് 1 എന്താണ്? എഫ് ഓഫ് എക്സ് 1 എഫ് ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്? എക്സ് ബൈ എക്സ് പ്ലസ് 2. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് 1 എന്തായിരിക്കും? വേറെ ചേഞ്ച് ഒന്നുമില്ല. അവിടെ എക്സ് എവിടെയൊക്കെ ഉണ്ടോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അതിന് പകരം നമ്മളിവിടെ എന്ത് കൊടുക്കും? x1 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ച് ആവും? x1 ബൈ x1 പ്ലസ് 2 ഈക്വൽ ടു എഫ് ഓഫ് എസ് 2 എങ്ങനെ ചേഞ്ച് ആവും? ഇവിടെ എക്സിന് പകരമാണ് ഇവിടെ S2. അപ്പോൾ അപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താവും? എക്സ് മാറി അവിടെ എന്ത് വരും? S2 വരും. ഓക്കെ, അപ്പോൾ S2 ബൈ S2 പ്ലസ് 2. സോ ഞാൻ എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്. സോ x1 ഇൻറ്റു S2 പ്ലസ് 2 ഈക്വൽ ടു S2 ഇൻറ്റു x1 പ്ലസ് 2. സോ ഇനി x1 എന്ത് ചെയ്യുകയാണ്? അകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്, ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ എന്താവും? x1 ഇൻറ്റു S2 എന്താണ്? x1 x2 പ്ലസ് x1 ഇൻറ്റു 2 എന്താണ്? 2x1 ഈക്വൽ ടു S2 ഇൻറ്റു x1 എന്താണ്? x1 S2 പ്ലസ് S2 ഇൻറ്റു 2 എന്താണ്? 2S2. ഈക്വൽ സിമ്പിളിന് രണ്ട് സൈഡിലും x1 S2 ഈക്വൽ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ x1 S2 രണ്ട് പാർട്ടിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. ബാക്കി നമുക്ക് ഉള്ളത് 2x1 ഈക്വൽ ടു 2S2. ഇവിടെ എന്താണ്? എന്താണ് ഈക്വൽ സിമ്പിൾ രണ്ട് സൈഡിലും എന്താണ്? 2 കോമൺ ആയിട്ടുണ്ട്. 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി x1 ഈക്വൽ ടു S2 എന്ന് കിട്ടി. സോ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് S2 നമ്മൾ ചെയ്തു തുടങ്ങി. സ്റ്റാർട്ടിങ് ലാസ്റ്റ് x1 ഈക്വൽ ടു S2 എന്ന് കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷനും ഓക്കെ, ആ ഫംഗ്ഷൻ എന്തായിരിക്കും? അത് 1 1 ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം R to R ഗിവൺ ബൈ എഫ് ഓഫ് x ഈക്വൽ ടു ax പ്ലസ് b എ നോട്ട് ഈക്വൽ ടു b ഈസ് 1 1 ആൻഡ് 1 2. അതായത് ഇവിടെ ഫംഗ്ഷൻ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. എഫ് ഫ്രം R to R മീനിങ് എന്താണ്? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അടുത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. എഫ് ഫ്രം R to R, എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ax പ്ലസ് ബി. ഫംഗ്ഷനിൽ തരുന്ന ഒരു കണ്ടീഷനാണ് എ നോട്ട് ഈക്വൽ ടു ബി ഈസ് 1 1 ആൻഡ് 1 2. ഓക്കെ, അതെന്താണ്? ഫംഗ്ഷൻ 1 1 1 2 ആണ്. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ചെയ്തു എന്താണ്? 1 1 എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുക? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് S2 എന്ന് എടുക്കുക. സോ എഫ് ഓഫ് x1 എന്താണ്? ax1 പ്ലസ് ബി. അവിടെ എന്താണ്? എക്സിന് പകരം നമ്മളിവിടെ എന്ത് കൊടുക്കും? x1 കൊടുക്കും അല്ലേ? ax1 പ്ലസ് ബി ഈക്വൽ ടു as2 പ്ലസ് ബി. രണ്ട് സൈഡിൽ നമുക്ക് ബി എന്ന് പറയുന്ന കോമൺ ടൈമിന് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം അല്ലേ? ബിയും ബിയും എന്തായി? ക്യാൻസലായി. ബാക്കി ax1 ഈക്വൽ ടു as2 അല്ലേ? രണ്ട് സൈഡിലും a ഉണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് താഴെ എന്ത് കിട്ടി? x1 ഈക്വൽ ടു S2 എന്ന് കിട്ടി. സോ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. അതിൽ ഇനി ഡൗട്ട് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് ഫംഗ്ഷൻ ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുക? y ആയിട്ട് എടുക്കുക. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? y. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y. അതായത് നമുക്ക് എന്താണ്? ആ ഒരു എന്താണ് ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ എന്താണ് അതിന് റേഞ്ച് കിട്ടുകയാണ്. ഓക്കെ, അതാണ് y. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്ടാ? y. ഓക്കെ, എഫ് ഓഫ് എക്സ് നമുക്ക് എന്തെന്ന് അറിയാം? ax പ്ലസ് ബി.
AX plus B equal to Y. ദെൻ അതിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ പ്ലസ് ബി ഈക്വൽ സിമ്പിൾ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. വൈ മൈനസ് ബി. AX ഈക്വൽ ടു എന്താണ്? വൈ മൈനസ് ബി. ദെൻ എക്സ് ഈക്വൽ ടു എന്താണ്? വൈ മൈനസ് ബി ബൈ എ. എക്സ് ഈക്വൽ ടു എന്താണ്? വൈ മൈനസ് ബി ബൈ എ. അപ്പോൾ ഈ എക്സിന് ഇപ്പോൾ കിട്ടിയ ഈ ഒരു വാല്യൂവിനെ ഞാൻ നമ്മുടെ ഫംഗ്ഷനിലേക്ക് എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു AX പ്ലസ് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതിലേക്ക് എക്സിന് കിട്ടിയ ഈ വാല്യൂ എടുത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എക്സിന് പകരം വൈ മൈനസ് ബി ബൈ എ കൊടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് വൈ മൈനസ് ബി ബൈ എ ഈക്വൽ ടു എന്താണ്? എ ഇൻറ്റു എക്സിന് വരെ പഠിക്കാം. ഞാനും വരെ ആരെയാണ് കൊടുക്കുന്നത്? വൈ മൈനസ് ബി ബൈ എ പ്ലസ് എന്താണ്? ബി. ഈ എയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തേ ഉള്ളൂ? വൈ മൈനസ് ബി പ്ലസ് ബി. മൈനസ് ബിയും പ്ലസ് ബിയും കൂടെ ക്യാൻസൽ. നമുക്ക് വീണ്ടും എന്ത് തന്നെ കിട്ടി? വൈ എന്ന് തന്നെ എന്ത് ചെയ്തു? കിട്ടി. സോ ഫംഗ്ഷൻ ഇവിടെ എന്താണ്? ഓൺ ടു ആണ്. അതായത് നമ്മൾ എന്താണ്? സെറ്റ് എയിന്ന് ബിയിലോട്ടാണ് എന്താണ് നേരത്തെ 1 പ്രൂവ് ചെയ്യാനായിട്ട് അല്ലേ. ഓൺ ടു എന്ന് പറയുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അത് കാരണം നമുക്ക് ഇതിന് എന്ത് പറയാം? ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. ഫോർ ഈച്ച് വൈ ഈസ് ദി എലമെൻറ്റ് ഓഫ് ആർ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ R1 എന്നും R2 എന്നും കൊടുക്കുകയാണ്. ഈ വൈ എന്ന് പറഞ്ഞാൽ R2-വിലുള്ളതാണ്. ഇവിടെ ഉള്ള എലമെൻ്റ് ആണ് ആര്? വൈ. ദെയർ എക്സിസ്റ്റ് എക്സ് ഈക്വൽ ടു വൈ മൈനസ് ബി ബൈ എ ഈസ് ദി എലമെൻറ്റ് ഓഫ് ആർ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് എന്താണ്? നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. ഏതാണ്? എക്സ് നമ്മൾ ഏത് വാല്യൂ? വൈ മൈനസ് ബി ബൈ എ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? വൈ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ given by f of x equal to 2x is 1 but not on 2. എന്താണ്? ഫംഗ്ഷൻ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. ഓക്കെ, ഫംഗ്ഷൻ 2x എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ 1 എന്നും പ്രൂവ് ചെയ്യണം. പക്ഷെ അത് ഓൺ ടു അല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ 1 ആണ് ഫംഗ്ഷൻ, ബട്ട് എന്താണ്? നോട്ട് ഓൺ ടു. ശരി, നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ എന്താണ്? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എസ് 2 എന്ന് എടുക്കുന്നു. എന്താണ്? എഫ് ഓഫ് എക്സ് 1 എന്താണ്? 2x1 ഈക്വൽ ടു 2s2. 2 ക്യാൻസൽ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 ഈക്വൽ ടു s2 എന്ന് കിട്ടി. സോ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ഓക്കെ, രണ്ടാമത് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നോക്കി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? വൈ. ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? വൈയിലേക്ക് സ്റ്റോർ ചെയ്യുക അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. എഫ് ഓഫ് എക്സ് നമുക്ക് എന്താണെന്ന് അറിയാം? 2x ഈക്വൽ ടു വൈ. ദെൻ എക്സ് ഈക്വൽ ടു എന്താണ്? ഇൻറ്റു ഇതിങ്ങനെ 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? വൈ ബൈ 2 ആവും അല്ലേ. ദെൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അതിലെ ഫംഗ്ഷൻ എക്സിന് പകരം നമ്മളിവിടെ ആരെ സ്റ്റോർ ചെയ്യും? വൈ ബൈ 2നെ എടുത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്? എഫ് ഓഫ് വൈ ബൈ 2 ഈക്വൽ ടു 2 ഇൻറ്റു വൈ ബൈ 2. 2 കൂടെ ക്യാൻസലായി പോയി. എന്ത് ആൻസർ കിട്ടി? വൈ തന്നെ കിട്ടി. സാധാരണഗതിയിലാണെങ്കിൽ നമുക്ക് ഓൺ ടു തന്നെ കിട്ടി. പക്ഷേ ക്വസ്റ്റ്യനിൽ വീണ്ടും പറയുന്നു ബട്ട് നോട്ട് ഓൺ ടു. ഓൺ ടു ആകാൻ പാടില്ല. പിന്നെ ഇവിടെ എന്താണ് ഇവിടെ വ്യത്യാസം? ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈക്വൽ ടു വൈ അല്ലേ. നോക്കി, ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വൈ എന്ന് തന്നെ കിട്ടുന്നുണ്ട്. ആൻസർ കറക്റ്റാണ് ഇവിടെ. പക്ഷേ ഈ കണ്ടീഷൻ നമ്മൾ ഒന്നുകൂടെ നോക്കണം. എഫ് ഫ്രം എൻ ടു എൻ ആണ്. എഫ് ഫ്രം ആർ ടു ആർ ആണെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല. ഈ കണ്ടീഷൻ എല്ലാം ശരിയാണ്. നമ്മൾ ചെയ്തു വന്നതെല്ലാം ഈ ഓൺ ടുവിൻ്റെ കേസെല്ലാം എന്താണ്? എഫ് ഫ്രം ആർ ടു ആർ ആണെങ്കിൽ എന്താണ്? കണ്ടീഷൻ ശരിയാണ്. പക്ഷേ ഇവിടെ എഫ് ഫ്രം നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ട്. ഫസ്റ്റ് 2 സെറ്റാണ് അല്ലേ. ഇവിടെ നാച്ചുറൽ നമ്പർ 1 2 3യും ഇവിടെ നാച്ചുറൽ 1 2 3 ഒക്കെ തന്നെയാണ്. ഒരു കുഴപ്പമില്ല. 1 ആണ് അല്ലേ. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താണ്? 1 ഇൻറ്റു 2 2 കിട്ടും. 2 കൊടുക്കുമ്പോൾ 4 പോവും. 3 കൊടുക്കുമ്പോൾ 6 കിട്ടും. അങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. കറക്റ്റാണ്. 1 ആണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഓൺ ടു ആകുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. നമ്മുടെ ഫംഗ്ഷനിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓക്കെ ഞാൻ കിട്ടുന്ന വാല്യൂ വൈ അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലമെൻ്റ് ആണ് അല്ലേ. എയും ഉണ്ട് ബിയും ഉണ്ട്. സെറ്റ് ബിയിലുള്ള ഒരു എലമെൻ്റ് ആണ് ആര്? വൈ. വൈയിൽ കിടക്കുന്ന നാച്ചുറൽ നമ്പർ ആണല്ലേ. അതിൽ ഞാൻ ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 1നെ ഇവിടെ കൊടുക്കുകയാണ് വൈക്ക് പകരം. ഓക്കെ, 1 എന്താണ്? ബിയിലൊരു നമ്പർ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് തന്നെയാണ് 1. അപ്പോൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒരു നാച്ചുറൽ നമ്പറായ 1 കിട്ടാം. യാതൊരു കുഴപ്പവും നോക്കിയേ 2x ഈക്വൽ ടു എന്ന് കിട്ടും നമുക്ക് ആൻസർ 2x. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 2x ആണ്. 2x ഈക്വൽ ടു 1. ദെൻ എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈക്വൽ ടു 1/2. 1/2 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണോ അല്ലയോ? ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഉള്ളതെല്ലാം നാച്ചുറൽ നമ്പർ ആണല്ലേ.
പക്ഷേ ഈ നാച്ചുറൽ നമ്പറിൽ ഒഴികെ നമുക്ക് ഇവിടെ എക്സിന് 1/2 എന്ന് പറഞ്ഞ ഒരു വാല്യൂ എല്ലാം എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 1/2 എന്തല്ല, ഒരു നാച്ചുറൽ നമ്പർ അല്ല. സോ ഇത് എന്തല്ല, ഈ ഫംഗ്ഷൻ എന്തല്ല, ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. പക്ഷേ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ ഓക്കെ, കറക്റ്റാണ്. എക്സ് ഈക്വൽ ടു 1/2 എന്താണ്, ഒരു റിയൽ നമ്പറാണ്, കറക്റ്റാണ്. പക്ഷേ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആകുമ്പോൾ എന്താണ്, അതവിടെ തെറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല. വളരെയധികം ശ്രദ്ധിക്കുക, എക്സാമിന് വളരെയധികം തെറ്റിക്കാൻ പറ്റിയൊരു പോർഷനാണത്. എഫ് ഫ്രം ഇപ്പോൾ റിയൽ നമ്പർ ടു റിയൽ നമ്പർ അല്ലാതെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പ്രത്യേകമായ ഒരു ശ്രദ്ധ ആ ക്വസ്റ്റ്യന് കൊടുത്ത് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ചെക്ക് ദി ഇൻജക്റ്റിവിറ്റി ആൻഡ് സർജക്റ്റിവിറ്റി ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഇൻജക്റ്റിവിറ്റി എന്നും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ സർജക്റ്റിവിറ്റി എന്നും ചോദിക്കാറുണ്ട്. എന്താണ് ഇൻജക്റ്റിവിറ്റി? 1 എന്താണ് സർജക്റ്റിവിറ്റി? 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഫ്രം എൻ ടു എൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, എഫ് ഫ്രം ആർ ടു ആർ അല്ല, എഫ് ഫ്രം എൻ ടു എൻ ആണ്. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതിന് യൂസ് ചെയ്ത് നോക്കരുത്. ഓക്കെ, എന്തായാലും ചെറിയ ഫംഗ്ഷൻസ് ആയിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക എങ്ങനെയായിരിക്കുമെന്ന്. ഓക്കെ, ഫസ്റ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ്, നമുക്ക് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്, ഫംഗ്ഷൻ എസ് സ്ക്വയർ ആണ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. 1 ആണെങ്കിൽ 1ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 1. 2 ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, എല്ലാ എലമെൻറ്റ്സ് എയിലുള്ള സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് നമുക്ക് ബിയിൽ കിട്ടുന്നുണ്ട്. സോ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എസ് 2 എന്ന് പറഞ്ഞെടുക്കുന്നു. x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ അല്ലേ? എന്നിട്ടുള്ള ഫംഗ്ഷനിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്തായിരിക്കും? x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. സ്ക്വയറോടെ ക്യാൻസൽ ചെയ്തു, x1 ഈക്വൽ ടു എന്ന് കിട്ടി, x2 എന്ന് കിട്ടി. സോ എഫ് ഈസ് ഇൻജക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു ആണോ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നമുക്ക് എപ്പോഴും അറിയാം ഓൺ ടു അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബിയിലുള്ള എല്ലാ എലമെൻറ്റും എന്താണ് ഇമേജ് ആകുന്ന തരത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ് അല്ലേ? ശരി. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? വൈ എന്ന് എടുക്കുക. നമുക്കറിയാം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. സെറ്റ് എക്കകത്തും നാച്ചുറൽ നമ്പർ ആണ്, സെറ്റ് ബിക്കകത്തും എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അതിലൊരു നാച്ചുറൽ നമ്പറിനെ സെറ്റ് ബിയിലുള്ള ഒരു നാച്ചുറൽ നമ്പറിനെ സെലക്ട് ചെയ്യണം. 3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറിനെ സെലക്ട് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നെടുക്കുന്നതിന് പകരം എന്താണ്? ഒരു നമ്പറിനെ സെലക്ട് ചെയ്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 3. സോ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 3. ദെൻ എക്സ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് √3 അല്ലേ? സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3. √3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. √3 എന്തല്ല? ഒരു നാച്ചുറൽ നമ്പർ അല്ല. സോ എന്താണ് ഇവിടെ ഫംഗ്ഷൻ എന്തല്ല? ഫംഗ്ഷൻ സർജക്റ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെയാണ്, നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. എഫ് ഫ്രം ഇസഡ് ടു ഇസഡ്. എന്താണ് ഇസഡ്? എന്താണ്? ഇൻറ്റിജർ നമ്പർ അല്ലേ? പോസിറ്റീവ് നമ്പർ അല്ലേ? എന്താണ്? -2, -1, 0, 1, 2 അങ്ങനെ എന്താണ്? രണ്ട് എൻഡ് പോയിന്റിലേക്ക് എന്താണ് ഇൻഫിനിറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സാണ് എന്ത്? ഇൻറ്റിജർ നമ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ എഫ് ഫ്രം ഇസഡ് ടു ഇസഡ് നമ്മുടെ ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. എന്താണ് ഫംഗ്ഷൻ? ഏത് തന്നെയാണ്? എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. 1 ആണോ? നമ്മൾ ചാടിക്കരുത്. ആദ്യമേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് x1 ഈക്വൽ ടു s2 തന്നെ കറക്റ്റ് ആൻസർ കിട്ടും. യാതൊരുവിധ മാറ്റവും ഇല്ല. x1 ഈക്വൽ ടു s2 എന്ന് കിട്ടും. നമ്മൾ ആൻസർ എന്താണ്? ഇൻജക്റ്റീവ് എന്ന് എഴുതും. ആൻസർ എന്താണത്? തെറ്റാണ്, റോങ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് റിയൽ നമ്പർ ഒഴികെ ബാക്കി എന്തെങ്കിലും വരിക, നാച്ചുറൽ നമ്പർ അതുപോലെ എന്താണ് ഇൻറ്റിജർ, ഇതൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. നമ്മുടെ എന്താണ് ഫസ്റ്റ് സെറ്റിനകത്ത് -2, -1, 0, 1, 2. രണ്ടാമത്തെ സെറ്റിലായിട്ടുള്ള നമ്പർ എന്താണ്? ഇൻറ്റിജർ നമ്പർ 4, 0, 1. വേറെ ഇഷ്ടമുള്ള നമ്പർ വരാം. ഓക്കെ, -3 വരാം, -2 വരാം. ഓക്കെ, ഇഷ്ടംപോലെ വരാം. ഇൻറ്റിജർ നമ്പർ ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് -2 എടുത്തു. -2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. -2നും 2നും എന്ത് തന്നെയാണ്? ഒരേ ഇമേജ് തന്നെയാണ്. ഏതാണ്? 4 ആണ്. അതുപോലെ -1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. -1നും 1നും ഒരേ ഇമേജ്. 0ക്ക് 0 തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയാം എന്താണ്? 1 ഫംഗ്ഷൻ്റെ മെയിൻ കാര്യം എന്താണ്? സെറ്റ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഇമേജസ് സെറ്റ് ബിയിൽ ഉണ്ടാവണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നോക്കിയാൽ -2നും 2നൊക്കെ ഒരേ ഇമേജാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് പറയാം എന്താണ്? ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. നെക്സ്റ്റ് 1. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്തെന്നേ കിട്ടുള്ളൂ? 1 എന്നേ കിട്ടുള്ളൂ. ഒരിക്കൽ കൂടെ പറയുന്നു, ഒരിക്കലും തെറ്റിക്കരുത്. ഫംഗ്ഷൻ റിയൽ നമ്പർ ടു റിയൽ നമ്പർ അല്ലെങ്കിൽ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. നെക്സ്റ്റ് 1 ഫംഗ്ഷൻ എന്തെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്? സർജക്റ്റീവ് ആണോ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് എയും ഉണ്ട്, സെറ്റ് ബിയും ഉണ്ട്. സെറ്റ് ബിയിലുള്ള എലമെൻ്റ് ആണ് 2. 2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു നാച്ചുറൽ നമ്പറാണ്. അതുപോലെ എന്ത് നമ്പർ ആണ്? ഒരു ഇൻറ്റിജർ നമ്പർ കൂടെയാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്.
വൈക്ക് പകരം ഞാൻ 2 സെലക്ട് ചെയ്തു. നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ടാവും. √2 ആവും. ±√2. ഈ ±√2 എന്തല്ല? ഒരു ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ നമ്പർ അല്ല ±√2. ഓക്കെ. സോ അത് കാരണം എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ എന്താണത്? അത് സർജക്റ്റീവ് അല്ലെങ്കിൽ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ അല്ല. അപ്പോൾ ജസ്റ്റ് ഈ പ്രോബ്ലം നന്നായിട്ട് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. അതുപോലെ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മോഡലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്താണ് ഡൗട്ട്സ് എന്താ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.